Hi students, today we are going to discuss about the topic solar cooker. സോളാർ കുക്കറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോളാർ കുക്കറിൻ്റെ ഫങ്ഷൻ എന്താണ്? സണ്ണിൽ നിന്നുള്ള സോളാർ എനർജി ഒരു ഫ്യൂവലായി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് സോളാർ കുക്കർ. Solar cooker is a device that allows to cook food using the sun's energy as fuel. ഈ സോളാർ എനർജി കുക്കിങ്ങിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന സോളാർ കുക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുക്കിംഗ് ടൈം സേവിങ് ആവാനും വർക്ക് ഫ്യൂവൽ എന്നിവയൊക്കെ സേവ് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. സോളാർ കുക്കിംഗ് ക്യാൻ സേവ് ടൈം, വർക്ക് ആൻഡ് ഫ്യൂവൽ. മാത്രമല്ല പരിസ്ഥിതിക്ക് ഒരു ദോഷവും ഇത് ഉണ്ടാക്കുന്നില്ല. ഇറ്റ് ഈസ് എൻവിയോൺമെൻ്റലി ബിനൈൻ. അതേപോലെ തന്നെ ഇതിനകത്ത് നടക്കുന്നത് സ്ലോ കുക്കിംഗ് ആണ്. സ്ലോലി ആൻഡ് ജെൻ്റ്ലി കുക്കിംഗ് ആണ് സോളാർ കുക്കറിൽ നടക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുഡിനെ ബോയിൽ ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും ബേക്ക് ചെയ്യാനൊക്കെ സാധിക്കും. സോളാർ കുക്കർ സ്ലോലി ആൻഡ് ജെൻ്റ്ലി കുക്ക് ഓൾ ദ ഫുഡ്സ് യു ബോയിൽ, റോസ്റ്റ് ഓർ ബേക്ക്. മോഡറേറ്റ് ടെമ്പറേച്ചറിലുള്ള കുക്കിംഗ് ആണ് സോളാർ കുക്കറിനകത്ത് നടക്കുന്നത്. മോഡറേറ്റ് ടെമ്പറേച്ചർ കുക്കിംഗ് റീറ്റെയിൻസ് ഫ്ലേവർ, മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ്. അതായത് ഈ മോഡറേറ്റ് ടെമ്പറേച്ചറിലുള്ള കുക്കിംഗ് രുചിയും പോഷകാംശവും നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല റീസെൻ്റ് സ്റ്റഡീസ് പറയുന്നത് മോഡറേറ്റ് ടെമ്പറേച്ചേഴ്സ് മേ ബി ഹെൽത്തിയർ. മിതമായിട്ടുള്ള താപനിലയിലുള്ള കുക്കിംഗ് കൂടുതൽ ആരോഗ്യപരമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോളാർ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള കുക്കിംഗ് കുറച്ച് ഹെൽത്തിയർ ആണ് എന്ന് നമുക്ക് അനുമാനിക്കാം. സോളാർ കുക്കേഴ്സിനെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഹീറ്റ് ട്രാപ്പ് ബോക്സസ്, കർവ്ഡ് കോൺസെൻട്രേറ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ടൈപ്സ് ഓഫ് സോളാർ കുക്കർ ശ്രദ്ധിക്കുക. ഹീറ്റ് ട്രാപ്പ് ബോക്സസ് ഉണ്ട്, കർവ്ഡ് കോൺസെൻട്രേറ്റേഴ്സ് ഉണ്ട്, കോമ്പിനേഷൻ ഓഫ് ബോത്ത്, രണ്ടിൻ്റെയും കൂടിയും കോമ്പിനേഷൻ ഉണ്ട്. ഇതിൽ ഓരോന്നിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് ബോക്സ് കുക്കേഴ്സാണ്. ഫസ്റ്റ് വൺ ബോക്സ് കുക്കർ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി അവൈലബിൾ സോളാർ കുക്കർ. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലുള്ള സോളാർ കുക്കർ ബോക്സ് കുക്കറാണ്. ബോക്സ് കുക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ബോക്സാണ് പ്രധാനപ്പെട്ട ഭാഗം. ആ ബോക്സ് നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാം. ദീസ് ബോക്സസ് ക്യാൻ മേക്ക് ഔട്ട് ഓഫ് കാർഡ്ബോർഡ് വെരി ചീപ്പ്ലി. ചീപ്പായിട്ടുള്ള കാർഡ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇതിലെ ബോക്സ് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതാണ്. പക്ഷേ ചില കമ്പനികൾ ലോങ്ങർ ലാസ്റ്റിംഗ് മെറ്റൽ ബോക്സ്ഡ് കുക്കേഴ്സും ഉണ്ടാക്കുന്നുണ്ട്. സം ഗ്രൂപ്പ്സ് ഹാവ് മെയ്ഡ് ലോങ്ങർ ലാസ്റ്റിംഗ് മെറ്റൽ ബോക്സ്ഡ് കുക്കേഴ്സ്. ഈ ബോക്സ്ഡ് കുക്കറിൻ്റെ പ്രത്യേകത ദേ ആർ എക്സ്ട്രീംലി റോബസ്റ്റ്, നല്ല ഉറപ്പുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ്. സോ ദേ ആർ റെക്കമെൻഡഡ് ഫോർ ഫ്രീക്വൻറ്റ് യൂസ്. അതുകൊണ്ട് തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഫ്രീക്വൻറ്റ് യൂസിന് ഏറ്റവും നല്ലത് ബോക്സ് കുക്കേഴ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ബോക്സ് കുക്കേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കറാണ്. കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കറിനെ നമ്മൾ പാരാബോളിക് കുക്കേഴ്സ് എന്നും പറയാറുണ്ട്. ദീസ് ആർ ആൾസോ നോൺ ആസ് പാരാബോളിക് കുക്കേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് കുക്ക് ഫുഡ് ഫാസ്റ്റ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. ഇത് ഫുഡിനെ വളരെ വേഗത്തിൽ ഉയർന്ന താപനിലയിൽ കുക്ക് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇറ്റ് റിക്വയർ മോർ ഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് സൂപ്പർവിഷൻ ഫോർ സേഫ് ഓപ്പറേഷൻ. അത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ സൂപ്പർവിഷനും കാര്യമായിട്ട് തന്നെ വേണം.
പ്രത്യേക ക്രമീകരണങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമാണ് ഇതിനെ സുരക്ഷിതമായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് സുരക്ഷിതമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നല്ല ഉഷാറായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇത് കൂടുതലായിട്ട് വെസ്റ്റേൺ ചൈനയിലുള്ള വീടുകളിലാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മെയിൻലി യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ്സ് ഇൻ വെസ്റ്റേൺ ചൈന. പിന്നെ ഇത് കൂടുതലായിട്ട് ഉപകാരപ്രദമാവുന്നത് ലാർജ് സ്കെയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കുക്കിങ്ങിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻകിട പാചക വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ബേക്കിങ്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് മേഖലകൾ, അതിലൊക്കെയുള്ള ലാർജ് സ്കെയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കുക്കിങ്, വലിയ ഒരു കുക്കിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെയാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോമ്പിനേഷൻ കുക്കേഴ്സ്. മൂന്നാമത്തെ ഒരു ടൈപ്പാണ് കോമ്പിനേഷൻ കുക്കേഴ്സ്. കോമ്പിനേഷൻ കുക്കേഴ്സിൽ ബോക്സ് കുക്കറിൻ്റെയും കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കറിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് എലമെൻറ്റ്സ് ഓഫ് ബോക്സ് ആൻഡ് കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കർ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ബോക്സ് കുക്കറത്തെയും കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കറത്തെയും എലമെൻറ്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന കുക്കേഴ്സിനെയാണ് നമ്മൾ കോമ്പിനേഷൻ കുക്കേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കോൺസെൻട്രേറ്റർ കുക്കറുമായിട്ട് ഇതിനെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. കോൺസെൻട്രേറ്റർ കുക്കറിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കോമ്പിനേഷൻ കുക്കറിന് എന്താ പറയുക, പിന്നെ സണ്ണിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ആവശ്യമല്ല. സണ്ണിനെ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമല്ല. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി മൂവ്ഡ് ടു ട്രാക്ക് ദ സൺ. ഓക്കെ, സണ്ണിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു കോമ്പിനേഷൻ കുക്കറിനില്ല. എന്നാൽ കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കറിന് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വേണമെന്നുള്ളതാണ്. അതായത് സണ്ണിനെ ട്രാക്ക് ചെയ്യാൻ അതിങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ളതാണ്. കോമ്പിനേഷൻ കുക്കറിന് കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കറിനെ അപേക്ഷിച്ചിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് അത്. നെക്സ്റ്റ് ബോക്സ് ടൈപ്പ് കുക്കറുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ: ഇറ്റ് റിക്വയർസ് നോ വിൻഡോ ഓർ ഇൻസുലേഷൻ. ഈ സൺലൈറ്റ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക വിൻഡോകളോ അല്ലെങ്കിൽ ഇൻസുലേഷൻസോ ഒന്നും കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കറിനെ പോലെ കോമ്പിനേഷൻ കുക്കറിന് ആവശ്യമല്ല. കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കറിന് അത് വേണമെന്നുള്ളതാണ്. വിൻഡോയോ ഇൻസുലേഷനോ ഉണ്ടെങ്കിൽ മാത്രമാണ് സൺലൈറ്റ് അതിനകത്തേക്ക് ട്രാപ്പ് ചെയ്യപ്പെടുള്ളൂ. ഇവിടെ അത് ആവശ്യമല്ല. മാത്രമല്ല, ഈവൺ ഇഫ് ഇറ്റ് കുക്ക് ജസ്റ്റ് വൺ പോട്ട് അറ്റ് എ ടൈം ബട്ട് സെവറൽ യൂണിറ്റ്സ് കോസ്റ്റ് ലെസ് ദാൻ വൺ ബോക്സ് കുക്കർ. ഒരേ സമയത്ത് അത് ഒരു പാത്രത്തിൽ ഫുഡ് മാത്രമാണ് അതിന് കുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള പണം അത് ബോക്സ് കുക്കറിനേക്കാളും കുറവാണ് എന്നുള്ളതാണ്. ബോക്സ് കുക്കറിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ കോസ്റ്റ് വളരെ ഹൈ ആണ്. പക്ഷേ ഇവിടെ നമ്മുടെ കോമ്പിനേഷൻ കുക്കറിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് വളരെ ലെസ്സാണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി ബോക്സ് കുക്കറിനേക്കാളും ഈ ഒരു കോമ്പിനേഷൻ കുക്കറിന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കർവ്ഡ് കോൺസെൻട്രേറ്റർ കുക്കറുമായിട്ടും ബോക്സ് കുക്കറുമായിട്ടും രണ്ടുമായിട്ടും നമ്മൾ കോമ്പിനേഷൻ കുക്കറിനെ കമ്പയർ ചെയ്യുമ്പോൾ ചില പ്രത്യേകതകൾ കാണാം. ഇറ്റ് ഈസ് ഈസിയർ ടു പ്രൊഡ്യൂസ്. ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് ചീപ്പർ ടു പ്രൊഡ്യൂസ്. ഇത് നിർമ്മിക്കാനും വളരെ എളുപ്പവും വളരെ ചീപ്പുമാണെന്നുള്ളതാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് നമുക്കിതിനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പിന്നെ ഇറ്റ് ഫോൾസ് കോമ്പാക്ട്ലി ടു ക്യാരി ആൻഡ് സ്റ്റോർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫുഡ് കുറച്ച് നന്നായിട്ട് നമുക്ക് ക്യാരി ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ എളുപ്പമാണ് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് 10 to 20 ക്ലിയർ ഹീറ്റ് റെസിസ്റ്റൻറ്റ് പ്ലാസ്റ്റിക് കുക്കിംഗ് ബാഗ്സ് പെർ ഇയർ. ഓരോ വർഷം നമ്മൾ ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ 10 മുതൽ 20 വരെ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കുക്കിംഗ് ബാഗ്സ് കൂടി ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സോളാർ കുക്കറിനെ വേണമെങ്കിൽ വീട്ടിൽ നിർമ്മിക്കാം. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് സോളാർ കുക്കർ. എന്തൊക്കെയാണ് സോളാർ കുക്കർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്? ഒന്ന്, 0.9 ഇൻറ്റു 1.2 മീറ്റർ ഏരിയയുള്ള അല്ലെങ്കിൽ 3x4 ഫീറ്റ് ഏരിയയുള്ള ഒരു കാർഡ് ബോർഡ് അല്ലെങ്കിൽ ഒരു കാർട്ടൺ ബോർഡ്, കോറുഗുലേറ്റഡ് കാർഡ് ബോർഡ്, അതിനാണ് നമ്മൾ കാർട്ടൺ ബോർഡ് എന്ന് പറയുക. അപ്പോൾ അത് വേണം.
അതുപോലെ തന്നെ 1x10 ഫീറ്റ് ഏരിയയുള്ള ഒരു അലുമിനിയം ഫോയിൽ വേണം. ഇറ്റ് മസ്റ്റ് ബി കട്ട് ഇൻ ടു സ്ട്രിപ്സ്. അതിനെ നമ്മൾ സ്ട്രിപ്സായിട്ട് മുറിച്ചിട്ടുണ്ടാവും. പിന്നെ വേണ്ടത് ഗ്ലൂ എന്ന് പറഞ്ഞ സാധനമാണ്. നോൺ ടാക്സിക് ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ഡൈല്യൂട്ടഡ് ഗ്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പെയിൻറ്റ് ബ്രഷ് വേണം. ഫോം ടൈപ്പ് പെയിൻറ്റ് ബ്രഷാണ് വേണ്ടത്. പിന്നെ യൂട്ടിലിറ്റി നൈഫ് ഓർ സ്മോൾ കട്ടിംഗ് ഡിവൈസ്, മുറിക്കുന്ന കത്തി അല്ലെ, കട്ട് ചെയ്യാനുള്ള ഡിവൈസ് വേണം. പിന്നെ പെൻസിൽ, പെൻ ഓർ അതർ മാർക്കിംഗ് ഡിവൈസ്, പെൻസിലോ പേനയോ മാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിവൈസോ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സോളാർ കുക്കർ ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് മെറിറ്റ്സ് ഓഫ് സോളാർ കുക്കറാണ് പറയണത്. സോളാർ കുക്കറിൻ്റെ മേന്മകൾ. ഫസ്റ്റ് വൺ, സൺഷൈൻ ഈസ് ഫ്രീ. സൂര്യപ്രകാശം നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മെറിറ്റായിട്ട് നമുക്ക് പറയാം. അത് ഉപയോഗിച്ചിട്ടാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തത്, ഫുഡ്സ് കുക്ക് അൺഅറ്റൻഡഡ് വൈൽ യു ഡു അതർ തിങ്സ്. നമുക്ക് മറ്റുള്ള ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ ഫുഡിനെ പാകം ചെയ്തെടുക്കാൻ പറ്റും സോളാർ കുക്കർ ഉപയോഗിച്ചുകൊണ്ട്. നമ്മളതിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കണം എന്നില്ല. അതാണ് രണ്ടാമത്തെ ഒരു മെറിറ്റ്. വേറൊന്ന്, പോട്ട്സ് ആർ ഈസി ടു ക്ലീൻ. നമുക്ക് സോളാർ കുക്കർ ഉപയോഗിച്ചിട്ട് പാചകം ചെയ്യുമ്പോൾ പോട്ട്സ്, പാത്രങ്ങളൊക്കെ എളുപ്പമാണ് വൃത്തിയാക്കാൻ. കാരണം അതിനകത്ത് ഒന്നും സ്റ്റിക്ക് ചെയ്ത് പിടിക്കുകയൊന്നുമില്ല. ഫുഡ് ഡസ് നോട്ട് സ്റ്റിക്ക് ഓൺ ദ ഇൻസൈഡ്. അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഈസി ടു ക്ലീൻ ആണ്. അടുത്തത്, എ സോളാർ കുക്കർ ഈസ് ഈസി ടു മേക്ക് ഫ്രം എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ്. പല മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോളാർ കുക്കറിനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. മറ്റൊന്ന്, സോളാർ കുക്കേഴ്സ് ആർ സേഫ്, ഹെൽത്തി ആൻഡ് കൺവീനിയൻറ്റ്. സോളാർ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള കുക്കിംഗ് സേഫാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തിയാണ്, ആരോഗ്യപരമാണ്. അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആണ്, നമുക്ക് സൗകര്യമുള്ളതാണ്. അടുത്തത്, ദർ ഈസ് നോ ഫയർ ടു കോസ് ബേൺസ്. അതായത് ഇവിടെ തീ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, പൊള്ളലൊന്നും ഏൽക്കുന്നില്ല. ദർ ഈസ് നോ ഫയർ ടു കോസ് ബേൺസ്. പൊള്ളലേൽക്കുന്ന രീതിയിൽ തീ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എന്നുള്ളതൊരു മെറിറ്റായിട്ട് പറയാം. അടുത്തത്, ദർ ഈസ് നോ സ്മോക്ക് ടു ഇൻജുർ ഐസ് ആൻഡ് കോസ് ലങ് പ്രോബ്ലംസ്. ഇവിടെ അതുപോലെ തന്നെ പുകയുമില്ല, കണ്ണിനും ലങ്സിനൊക്കെ പ്രശ്നം വരുന്ന രീതിയിൽ ഉള്ള പുക ഇവിടെ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സോളാർ കുക്കർ 82 to 121 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. ദിസ് ടെമ്പറേച്ചർ കുക്കിംഗ് ഈസ് ഐഡിയൽ ഫോർ റീറ്റെയിനിങ് ന്യൂട്രിയൻസ്, മോയ്സ്ചർ ആൻഡ് ഫ്ലേവർ ആൻഡ് നോട്ട് ബേണിംഗ് ഫുഡ്സ്. അപ്പോൾ ഈ ഒരു താപനിലയിലുള്ള പാചകം പോഷകാംശവും രുചിയൊക്കെ നിലനിർത്തിയിട്ട് ഫുഡ് കരിഞ്ഞു പോവാതെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഐഡിയൽ ഫോർ റിട്രെയിനിങ് ന്യൂട്രിയൻസ്, മോയ്സ്ചർ ആൻഡ് ഫ്ലേവർ ആൻഡ് നോട്ട് ബേണിംഗ് ഫുഡ്സ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ യു ക്യാൻ ബേക്ക്, ബോയിൽ ആൻഡ് ലൈറ്റ്ലി ഫ്രൈ ഫുഡ്സ് ഇൻ ദെയർ ഓൺ ജ്യൂസസ്. അതായത് ഭക്ഷണത്തിലുള്ള ആ ഒരു ജലാംശം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ ബേക്ക് ചെയ്യാനും ബോയിൽ ചെയ്യാനും ഫ്രൈ ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സോളാർ വാട്ടർ പേസ്ചറൈസേഷൻ ഈസ് എ സ്കിൽ എവരി വൺ ഷുഡ് നോ ഫോർ എമർജൻസീസ്. പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് സോളാർ വാട്ടർ പോയ്സ്ചറൈസേഷൻ. അതായത് സോളാർ കുക്കർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തെ അണുവിമുക്തമാക്കുന്ന ഒരു രീതി. അപ്പോൾ അതിനു വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ സോളാർ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് കിച്ചണ് കൂളായിട്ടിരിക്കും വേനൽക്കാലങ്ങളിലും സണ്ണി ഡേയ്സിലും ഒക്കെ. വെൻ സോളാർ കുക്കിംഗ് യുവർ കിച്ചൺ സ്റ്റേസ് കൂൾ ഓൺ ഹോട്ട് സണ്ണി ഡേയ്സ്. അതൊരു മെറിറ്റായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എ കുക്ക് ഇറ്റ് ഫോൾഡ്സ് ഫോർ ഈസി സ്റ്റോറേജ് ഓർ ക്യാരിങ് ഫോർ മീൽസ് എവേ ഫ്രം ഹോം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ മാത്രമല്ല, വേണമെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം ഫുഡിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനും സോളാർ കുക്കർ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ചൂടാറാതെ അതിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നൊരു മെറിറ്റ്, പാസ്ചറൈസിങ് വാട്ടർ ആൻഡ് മിൽക്ക് ഇൻ സോളാർ കുക്കേഴ്സ് ക്യാൻ ഹെൽപ്പ് റിഡ്യൂസ് കോളറ ആൻഡ് അതർ വാട്ടർ ബോൺ ഡിസീസസ്. വെള്ളവും പാലും ഒക്കെ അണുവിമുക്തമാക്കാൻ നമുക്ക് സോളാർ കുക്കർ ഉപയോഗിച്ചുകൊണ്ട് കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളറ അതുപോലെ മറ്റ് ജലജന്യ രോഗങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ്, സോളാർ കുക്കേഴ്സ് ഹെൽപ്പ് ടു ഓഫ് വേൾഡ്സ് പ്രസ്സിംഗ് പ്രോബ്ലംസ്, ഗ്രോയിങ് ഷോർട്ടേജസ് ഓഫ് കുക്കിംഗ് ഫ്യൂവൽസ് ആൻഡ് ദ സ്കർജ് ഓഫ് വാട്ടർ ബോൺ ഡിസീസസ്. അതായത് ഇവിടെ ഇന്ധനക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ജലജന്യ രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ സോളാർ കുക്കർ ഹെൽപ്പ് ചെയ്യുന്നു. ജലജന്യ രോഗങ്ങളായിട്ടുള്ള കോളറയും ഒക്കെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് നമ്മൾ പറഞ്ഞു. പാസ്ചറൈസേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിൽക്കൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. ഫുഡ് ഷോർട്ടേജ് ഇല്ലാതെയാക്കുന്നത് നമ്മൾ കുറഞ്ഞ എനർജി കൊണ്ട് നമുക്ക് പാചകം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇതിൽ പോഷകാംശമൊന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഉയർന്ന പോഷകഘടകങ്ങളുള്ള ഫുഡായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫുഡ് ഷോർട്ടേജ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി സോളാർ കുക്കറിലാണ് പാചകം ചെയ്യുന്നതെങ്കിൽ. അടുത്തൊരു സംഗതിയാണ്, സോളാർ കുക്കർ സേവ്സ് ട്രീ ആൻഡ് സോയിൽ. എങ്ങനെയാണ് സോളാർ കുക്കർ മണ്ണിനെയും മരത്തിനെയൊക്കെ സംരക്ഷിക്കുന്നത്? സോളാർ കുക്കർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിറകൊന്നും ആവശ്യമല്ല അല്ലേ? അപ്പം നമുക്ക് മരങ്ങൾ വല്ലാണ്ട് ചൂഷണം ചെയ്യേണ്ട കാര്യമല്ല. അതുപോലെ തന്നെ മരങ്ങൾ ചൂഷണം ചെയ്തിട്ടില്ലെങ്കിൽ മണ്ണൊലിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണില്ല. അങ്ങനെ നമുക്ക് സോയിലിനെയും സോളാർ കുക്കേഴ്സ് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് സംരക്ഷിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് സോളാർ കുക്കറിൻ്റെ മെറിറ്റ്സ്. അപ്പോൾ ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളാർ കുക്കറാണ്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് സോളാർ കുക്കർ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ക്യാൻ മെയിൻറ്റെയിൻ അപ് ടു 200 ഡിഗ്രി സെൽഷ്യസ്. 200 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സോളാർ കുക്കറിന് സാധിക്കുന്നു. സെക്കൻഡ് വൺ, നോ പൊല്യൂഷൻ. ഇവിടെ പുകയൊന്നുമില്ല അല്ലെ, അതുകൊണ്ട് തന്നെ മലിനീകരണമല്ല എന്ന് മനസ്സിലാക്കാം. അടുത്തത്, നോ മെയിൻ്റനൻസ് ഈസ് റിക്വയർഡ്. ഇതിൻ്റെ മെയിൻ്റനൻസ് അത്ര ചിലവേറിയ സംഗതിയൊന്നുമല്ല, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമല്ല. റിപ്പയറും അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കേടുപാടുകളൊക്കെ കുറച്ചേ ഇതിന് പറ്റുള്ളൂ. അടുത്തത്, നോ നീഡ് ഓഫ് ഫ്യൂവൽ. ഇവിടെ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത് സൺ എനർജി ആണല്ലോ, വേറെ പ്രത്യേകിച്ചിട്ടുള്ളൊരു ഇന്ധനം ആവശ്യമല്ല. വിറ്റാമിൻസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് വിൽ കെപ്റ്റ് റിമെയിൻ. ഭക്ഷ്യധാന്യങ്ങളിലെ വിറ്റാമിൻ ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല, അത് അവിടെ സ്ഥിരമായിട്ട് നിൽക്കും പാചകം ചെയ്യുന്നത് സോളാർ കുക്കർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ. നോ അറ്റൻഷൻ ഈസ് റിക്വയർഡ് ഫോർ കുക്കിംഗ്. പാചകം ചെയ്യുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് വേറെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലും പാചകം ചെയ്യാം. പ്രത്യേകിച്ചുള്ളൊരു അറ്റൻഷൻ കുക്കിങ്ങിൽ കൊടുക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അടുത്തത്, ഫുഡ് കുക്കിംഗ് ഈസ് ന്യൂട്രീഷ്യസ്. വിറ്റാമിൻസ് മറ്റ് പോഷകഘടകങ്ങളൊന്നും നഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഭക്ഷണ പാചകം ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ പോഷകപരമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നോ ഓവർഫ്ലോ. ഇങ്ങനെ വെന്ത് തിളച്ച് മറിഞ്ഞ് പോണൊരു പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവില്ല. നോ ഓവർഫ്ലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇത്രയുമാണ് സോളാർ കുക്കറിൻ്റെ അഡ്വാൻറ്റേജസ്. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളാർ കുക്കർ നോക്കാം. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, ഡിപ്പെൻഡ്സ് അപ്പോൺ സോളാർ എനർജി. ഇതിനകത്ത് കുക്കിംഗ് സോളാർ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോളാർ എനർജി നല്ല അവൈലബിൾ ആണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. സോളാർ എനർജിയുടെ അവൈലബിലിറ്റി കുറയുമ്പോൾ കുക്കിംഗ് മോശമാവും, അങ്ങനൊരു പ്രശ്നമുണ്ട്. സെക്കൻഡ് വണ്ണ്, ടൈം കൺസ്യൂമിങ്. ഒരുപാട് ടൈം വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതൊരു പ്രശ്നമാണ്. മൂന്നാമത്തത്, ഫ്രൈഡ് ഐറ്റംസ് കോണ്ട് മേക്ക്. പൊരിച്ചിട്ടുള്ള ഫുഡൊന്നും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 4, കനോട്ട് കുക്ക് അറ്റ് ഷോർട്ട് നോട്ടീസ്. പെട്ടെന്ന് അങ്ങോട്ട് കുക്ക് ചെയ്യണമെന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളാർ കുക്കർ. അപ്പോൾ സോളാർ കുക്കറിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. എക്സാമിന് സോളാർ കുക്കർ
ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, നന്നായിട്ട് നോക്കുക. താങ്ക് യു.